ഹലോ ചങ്ങായിമാരെ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ വലിയൊരു ഒഴിഞ്ഞ പറമ്പിലാണ്. ഇവിടെ ഒരു ചതുരക്കിണർ കാണുന്നത്. ആ കിണറ്റിൽ ഒരു നായ വീണ് കിടക്കുന്നുണ്ട്. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. രക്ഷപ്പെടുത്തുന്നതിന്റെ എല്ലാ വിഷ്വൽസും നമുക്ക് കാണിച്ചു കൊടുത്തൂടെ അടിച്ചാണി? എപ്പം വീണോ അത്? രാത്രി വീണാത്തോണ്ടേ. ഇന്നലെ രാത്രിയോ? ഏകദേശം കെട്ടായി തുടങ്ങിയിട്ടുണ്ട്. ചതുരക്കിണറോട്ട് നായ്ക്കൾ വികാതെക്കാൻ വേണ്ടിയിട്ട് വല ടച്ചുണ്ട്. ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് കണ്ടമാനം നായ്ക്കളുള്ള ഏരിയ. ചാക്കിലാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓരോ സൈറ്റിക്ക് ഓരോ നേക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആയില്ലല്ലോ. ആ കോണിയും കൂടെ ഇറങ്ങിയ സാധനം എടുത്തൂടെ? ഓക്കെ, ഗ്ലൗസ് തരി. അയ്യോ, നോക്കിണ്ട് സാധനം. അയ്യോ, എപ്പ രക്ഷപ്പെടുത്തിയടാ, ഇപ്പൊ രക്ഷപ്പെടുത്തി തരാ. കുറച്ചൊക്കെയാ സൗണ്ടൊക്കെ മാറീന്. സൗണ്ടൊക്കെ മാറീന് പറയാ. നായന്റെ വേറെ കുഴപ്പമുണ്ട്. ആ ഓട്ടേന്ന് അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ആയം കൂടിയ സ്ഥലമാണ്, പണി പാടും. ആ കരയൊക്കെ പോയിക്കുകയാണെങ്കിൽ നീന്തേണ്ടി വരും. അവിടെ അല്ലെ പിന്നെ കോണി കെട്ടി തൂക്കണം. പിന്നെ ഞങ്ങൾ വന്നിക്കുകയാണെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടായാലും സാധനത്തിനെ കയറ്റിയിരിക്കും. നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ല. ഓരോ സൈറ്റിൽ ഓരോ നേക്കാട്ടോ. ഇവിടെ ചാക്കിലാണ് എടുക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഫുള്ള് കാണും, മനസ്സിലാവും. പിന്നെ കൈമേൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തേക്ക് വന്ന് കണ്ട് സാധനം എവിടെയാന്നുള്ളത് കാണിച്ചു കൊടുത്താ കൊണ്ടൊക്കെയാ കണ്ടില്ലേ? ഒരു കല്ലിന്റെ ഗ്യാപ്പിൽ കയറിക്കാണ് തല ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പടവിന് വെച്ച ആ ഗ്യാപ്പ് ഞാൻ ചാക്കിലേക്ക് ആക്കി തരാം. നിങ്ങൾ കയറ്റിയാ കേട്ടോ. ഇറങ്ങട്ടെ, എന്റെ നീന്തൂല. ഞാന് രക്ഷാപ്രവർത്തനത്തിന് പൈസ ഇല്ല, ഫ്രീ സർവീസാ. ശ്രദ്ധിക്കട്ടോ. 4 മീറ്റർ വീതിയും 6 നീളമാണ്. ഈ 4 1 മീറ്റർ നിന്നുണ്ട്. ഇവിടെ മണ്ണിന്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പുറത്തേക്ക് നല്ല ആയുണ്ട്. ഇവിടെ കോണി വെക്കാൻ പറ്റി. നിങ്ങളെ ആ ചാക്കിറക്കി തരി. ചാക്കിറക്കി കടിക്കോ? ഇല്ല. അവിടെ തൂക്കി വെക്കി ഞാൻ കേറിട്ട്. ഓക്കെ, മഴ പെയ്തു. എന്തേ കറക്റ്റ് ടൈമിങ്ങാ. പക്ഷെ രക്ഷാപ്രവർത്തനം കൂടുതൽ സമയം എത്തിയില്ലേ? പടാപടാ. അതിനെ തുറന്നു വിടുന്നത് ആൾക്കാർ കാണണം, നല്ല തെളിവുണ്ടാവുള്ളൂ. കേട്ടോ? കൊലം മഴ ഒന്ന് പിടിച്ചോ. ഒന്ന് തന്നെ. നേരെ ഇടത്തുനിന്ന് വലത്തോട്ട് പോയട്ടെ. രക്ഷപ്പെട്ട് പേടിക്കാനൊന്നുമില്ല. നല്ല വളലോട്ടൊക്കെ നായ്ക്കൾ വീണിക്കാണെങ്കിൽ പടമ്പിൽ ഇങ്ങനെ പുടിച്ചിക്കൂലേ? ആ സമയത്ത് എന്താ പറയുക, ഒരു ഐറ്റമിന്റെ കമ്പി ഇങ്ങനെ യു ടൈപ്പിൽ വളയ്ക്കുക. ഇത് ബാക്കി കയറിന് കിട്ടുക. എന്നിട്ട് നമ്മൾ നേരെ പള്ളിനിടെ കൊളുത്തിയിട്ട് ടൈറ്റിൽ നിൽക്കണം. ഒരു വി ടൈപ്പിൽ നമ്മൾ നേരെ സാധനം പോരും. ഞാൻ ആ ലെവലിലാണ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ആയുധം ഇവിടെ എടുക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലല്ലേ, ഇടക്ക് പറയും മറ്റേ കിണറ്റിന്ന് ഹാളൊക്കെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്, നിങ്ങൾ പഠിക്കണം, ടൈമിൽ പഠിക്കണം. സ്കൂളിൽ പോകണം, പഠിക്കണം, നല്ല നിലയിലെത്തണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കലും കൂടെ പഠിക്കണം. എന്നെങ്കിലും മാത്രമേ സമൂഹത്തിൽ പിടിച്ചു കഴിയുള്ളൂ. എന്തേ, നല്ല ഫ്രീക്ക് ഫാൻ ഇട്ടുകൊണ്ട് മാത്രം പിടിച്ചു കഴിയില്ല. എന്താ നിങ്ങളെ ഇപ്പറ എന്താണ്? ഇത് വീണ്ടും 24 മണിക്കൂറായി. ഇങ്ങനെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? തൂ വെച്ചാ മേ വെക്കണം, മേ വെച്ചാ ആപ്പ് വെക്കണം, ആപ്പ് വെച്ചാൽ തിരിച്ചു വെക്കണം. അത് മാത്രം പഠിച്ചാൽ പോരാ. മഴ ഏതുകൊണ്ട് നിൽക്കാണ് കാരക്കൊക്കെ വെച്ചു. ഇനി കൊള്ളാത്തോട്ട് നോട്ടെ. നമ്മളെ പരിപാടി കഴിഞ്ഞ് ആ വലമ്പാടെ മൂടണം. നാട്ടിലുള്ള നല്ല താഴ്ചയുള്ള കിണറിൽ നായ വീണുണ്ട്. ഇപ്പൊ സമയം നോക്കിയാണ് 7:41. ഇത് ഒരു ഗ്രൗണ്ടാട്ടോ. ഗ്രൗണ്ടിലുള്ളൊരു പൊട്ടക്കിണറാണ്. വെള്ളം കുറച്ചുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നോക്കിയെന്നല്ലാതെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓലെ കൊണ്ട് കഴിയുന്ന സഹായം വൈകുന്നേരം വീണ നായാണ്. ഓല് ഇവിടെ ചുറ്റുപാടും ഫുള്ള് കാടായതുകൊണ്ട് കുറച്ച് കാടൊക്കെ വെട്ടി നന്നാക്കി തന്നെ നമുക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇതിൽ ഇറങ്ങാനൊരു പേടിയുണ്ട്, അതായത് ഇരുട്ടായതുകൊണ്ട്. അപ്പം ഞാൻ നമ്മളെ ഉമേഷിനും പാടെ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും പാടെ ഇറങ്ങിയിട്ട് ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഓക്കെ, ഇനി കിട്ടുവാ. ഈ ടോർച്ചില്ലേ, ഒരിക്കലും ടോർച്ച് ഓഫ് ആക്കരുത് കേട്ടോ. ടോർച്ച് ഓഫ് ആക്കിക്കുകയാണെങ്കിൽ കിണറിന്റെ അടിയിൽ നിന്ന് നമ്മൾ പേടിച്ചു പോകും. ഓക്കെ, ഇവിടെ നിൽക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഇതെടുത്തുകണേ. ഒരു ചാക്കിലേക്ക് കൗത്ത് പിടിച്ചിട്ട് എന്തെങ്കിലും അറിയാം. ഒരാൾ കൗത്ത് പൊന്തിക്കുമ്പോൾ ഈ ചാക്കിലേക്ക് മതി. അങ്ങനെയല്ല നല്ല കാട്ടിലേക്കും ആ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങാണ്. സാധനമൊക്കെ ഇവിടെ സേഫായി മൊബൈലൊക്കെ ഇവിടെ വെച്ചു.
ലൈറ്റ് ഒരിക്കലും ഓഫ് ആക്കരുത്. ആ ഒരു ടോർച്ചിന്റെ ലൈറ്റ് കുറച്ച് കുറയും, അത് നോക്കണ്ട കേട്ടോ, മറ്റേ ഉണ്ടാവും. ഈ കിണറിൽ ശ്വാസം ഉണ്ടോ എന്ന് നോക്കാൻ പോലും നമുക്ക് സമയമില്ല. കാര്യം എന്താ വെച്ചാല് ഒന്നാമത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തുള്ള പ്രശ്നം തന്നെയാണ്. വേഗം പറഞ്ഞാൽ കയറിയിരിക്കുക. ഇതില് കുറച്ചല്ലേ കിണറിലേ ചെറുങ്ങനെ ഒരു വിങ്ങലുള്ള കിണറാട്ടോ. ശ്രദ്ധിക്കട്ടോ കിണറിന്റെ അജിയേ, കിണറില് വെള്ളം കേട്ടോ, ഉണ്ടോ മുട്ടുകാലിലെ വെള്ളമുള്ളൂ. അതുകൊണ്ടേ പാവട്ടെ നായിക്കുട്ടി. സംഭവം എന്താ വെച്ചാല് മെനക്കെട്ടിട്ടില്ല. സംഭവം അടിയിലാണ്, ചവിട്ടി നിൽക്കാണ് ഭൂമിയിലെ വെള്ളത്തിലേ. അതിന്റെ തല മറ്റേ തല വെള്ളമുള്ള കിണറ്റിലാകുമ്പോ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിടിക്കൂലേ? ഞാൻ ചാക്കുന്ന പോലെ എങ്ങനെ അതിനെങ്ങനെ ഉഴിഞ്ഞാണ്ട് കുടിക്കാറുണ്ടോ? ഇല്ലല്ല, അതിന് കൗത്തിന് നല്ല ഞാൻ പിടിക്കണ ഓക്കല്ലേ? ആ കുറച്ച് വേറെ സൈസാണ് തന്നെ രക്ഷിക്കാനല്ലടാ. എല്ലാം കാലയിൽ കുടിക്കില്ലേ? എല്ലാം കുടിക്കും. ഈ ടൈറ്റാക്കിയാ കോണിമ കയറി കയറിയിട്ട് അയ്മ ഒരു കയറാക്കി ഇണക്കളമായി കേട്ടോ. നമ്മളെ അതിനെ സ്നേഹം കൊടുത്തോണ്ട് ഒരു ഉപദ്രവമൊന്നുമില്ല. മറ്റേ കിണറ്റിലിറങ്ങി കുറച്ച് പേടി നായ്കളെ അടുക്കൊന്നിറക്കി. അത് നിലത്ത് ഇറങ്ങി ഇനി അതിന്റെ ഒരു തുഞ്ചെടുത്ത് കണ്ട് ഇതിന് കെട്ടി ഇത് പൊന്തിക്ക്. അയ്യോ ഒന്നെത്തോട് കെട്ട് കറക്റ്റായിട്ട് മറി നോക്കി കെട്ടിട്ടോ. ആ കെട്ടിലോടത്ത് കെട്ടിക്കോ. ഇത് ധൈര്യം കെട്ടിക്കോ. കാരണം അവിടെ കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. കെട്ടയക്കേണ്ട റിസ്ക് വരും. ഇത് കൂട്ടി കെട്ടിക്കോ, കൂട്ടി കെട്ടിക്കോ, ഒന്നുമില്ല. എത്ര കെട്ടിക്കോ, സെറ്റല്ലേ? ഇനി തൂക്കി നോക്കി എന്താ പാടുന്നില്ലേ? കയറി നോക്കി സെറ്റ്. ഇനി കയറി എന്താ വേണ്ടി അറിയോ? ആ കയറ് നമ്മളെ മറ്റേ ഐഡിയ ഏത് ആ ചവിട്ടി പിടിക്കുക. എന്നിട്ട് ഈ കയറ് കൂടുതലാക്കി ഈ കയറുമ്പോഴാണ് നീ കോണി വരാതെ കേട്ടോ. ആയിക്കോട്ടെ അത് അടുപ്പിക്ക്. കാരണം കോണിന് കെട്ടിങ്ങനെ താവല്ലേ, സാധനം താവല്ലേ. ചവിട്ടാൻ കയ്യിലടാ. റെഡിയല്ലേ? ഞാൻ കയറാൻ പോട്ടോ. ഈ തുഞ്ചത്തി കോണിയുണ്ട്. ആ കയറ് പോയല്ലോ. ഈ വെള്ളത്തിലായി ഇനി ഇറങ്ങിക്കാണെങ്കിൽ സ്വഭാവം മാറും ചിലപ്പോ. സെറ്റ് ആട്ടി കയറിട്ട് വെള്ളം വരാം. അടിയിൽ ഫോണുള്ളോണ്ട് അതിനകത്ത് പിടിച്ചോ. ഓക്കല്ലേ? ഇനി എന്താ വണ്ടിന്ന് അറിയോ? ഇനി ഇതിലേതന്നെ കയറി ഈ ചവിട്ടി പിടിച്ചു. ഇതല്ലേ അയ്യോ വലിച്ചോ ഇതിന് കറക്റ്റ് പിടിച്ചോട്ടാ. കേറട്ടെ. അതിനെ ടോർച്ച് അടിച്ചേക്കെ. അത് സംഭവം എന്താ അറിയോ? നേരത്തെ കയറാണ്ട് കുട്ടി മറ്റേ കയറിട്ടില്ല കുറെ കാലം എടുത്തിട്ട് അതിലൊക്കെ ഇറങ്ങിക്കാൻ നല്ല രസമുണ്ടോ? ഇത് വരുന്നേ ഇത്ര പണിയുള്ളൂ. പാവട്ടെ പൂച്ചളം വരില്ല പോലെ നായ്ക്കൾ സ്നേഹമുള്ള സാധനം. നായ്ക്കൾ ഒന്നും ചെയ്യും. നായ്ക്ക് ഭക്ഷണം കൊടുത്താലേ നമ്മളിപ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല. കാര്യം എന്താ വെച്ചാല് തിന്നാൻ കൊടുക്കാൻ നമ്മൾക്ക് സാധനം ഇല്ലാത്തല്ല. ഇവിടെ തുറന്നിട്ടാളെ അവിടെ തിന്നു ഒന്നും കിട്ടിയില്ല എന്നല്ല. കാരണം എല്ലാം പാടെ നമുക്ക് എക്കാശൊക്കെ രാത്രിയല്ലേ പെട്ടെന്ന് ഇവരെ രക്ഷിക്കാനുള്ള പരിപാടിയല്ല നോക്കുക. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഉറുമ്പച്ച് വിടണോ? പോയാ മതി. ഇണങ്ങിയോ? ഒരു കുഴപ്പമില്ല. പിടിച്ചോ, ഉഷാറായി പിടിച്ചോ. കണ്ണ് നല്ല ഏറ്റത്തുണ്ട് കേട്ടോ. അതിന്റെ വല്ല കേട്ടോ. പോയി കൊഞ്ഞിങ്ങോട്ട് വരുന്നോ. അതാ പോലെ. അപ്പൊ നമ്മള് ഒരു രക്ഷാപ്രവർത്തനത്തിലും പാടെ പോയിക്കോളും. അതിന്റെ അന്നം തേടിക്കാണ്ട് പോയിക്കോളും. ഓക്കെ. അപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം പാടെ കഴിഞ്ഞ് ഇതിനു വേണ്ടി കുറെ ആൾക്കാർ കയറും ബക്കറ്റും നിന്ന് സഹായിക്കാത്തവരുണ്ട്. ഓൽക്കല്ലി തന്നോൽക്ക് നമ്മൾ 1000 നന്ദി അറിയിച്ചു കൊള്ളുകയാണ്.